പഠിക്കാനുണ്ടായിരുന്നു. ഈ 7 ദിവസം ഒന്നും പഠിക്കണ്ടായിരുന്നു. ഓ പിന്നെ അല്ലാത്ത ദിവസമൊക്കെ അങ്ങ് പഠിച്ചങ്ങ് കമത്തുമായിരുന്നു. എടാ ഇപ്പൊ ലൂയി ആള് ഭയങ്കര ഫേമസാ. സ്വാഭാവികം, സ്കൂൾ മുഴുവൻ അവൻ മാറിയതറിഞ്ഞു. ഓഹാ അവൻ്റെ ഒരു യോഗം. അറിയാനോ, യു ഹാവ് എ ഗേൾ. അയ്യോ ആ കാര്യം ഞാനങ്ങ് മറന്നു. ഈശ്വര, ഈ സ്കൂളിൽ പണ്ടാരം ഒടുങ്ങിപ്പോണേ. ഞാനും ഈശ്വരങ്ങളെ. എന്താണോടെ? അല്ല മാം, ഡൗട്ട് ചോദിച്ചാ. ഓഹോ, എന്നാ ഞാനിപ്പോ എന്നെ പഠിപ്പിച്ചെന്നു പറഞ്ഞേ. ഡൗട്ട് എന്നോട് ചോദിച്ചു. തേഞ്ഞ്. എടാ ഇന്റഗ്രേഷൻ. എടാ മോനെ, ഇത് ബോട്ടണി ആടെ, മാത്സ് അല്ല. പാട്ടി. ബോധം പോലും ഇല്ല, ഇറങ്ങിയപ്പോ. മിസ്സേ, ഞാൻ മാത്രല്ല ജിൻസ് ഉണ്ട്. ആ രണ്ടുമൊക്കെ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ മാലിന്യം കൂടെ കുട്ടിക്കും. ഞാനോ മാടെ കുട്ട ഈ തെണ്ടി പിള്ളേര്. 4, 24, 16, 17. പിങ്കോ ഫസ്റ്റ് ഡേ. എവി എന്തുവാ അവിടെ? ചെറ്റ, ഞാൻ പറഞ്ഞതൊക്കെ അവിടെ അലറരുതെന്ന്. വല്ല നെയിം പ്ലേസിംഗും കളിച്ചാൽ മതിയായിരുന്നു. ഈ പട്ടി എന്നാണേലും കിടന്നലറും. ഷുഗനെ പോലെ ഇറക്കി വിടണോ? എനിക്ക് സന്തോഷമില്ല. അയ്യോ പുറത്താക്കല്ലേ. എക്സ്പ്രഷനേലും ഇടടി. അയ്യോ വേണ്ട, ഇതിലും ഭേദം മറ്റേതാ. ക്ലാസ്. ഇതെന്നാ ബെല്ലടിക്കാത്ത? ഹായ്, വാ ബാത്റൂമിൽ പോ. അവിടെ ആരാണ്ട് കാത്തിരിക്കണ പറയാ. അത് ആരെ കാണാൻ ഈ അരമണിക്കൂർ കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കിട്ടിയിരുന്നത്. കമോൺ എവി, വാടി പട്ടി. സാക്ഷിയുടെ മുഖത്തന്നെ നമ്മൾ അന്യത. ഇന്നലെയൊക്കെ ഈ സമയം നമ്മൾ പൊളിക്കുമായിരുന്നു. സങ്കടം വരുന്നുണ്ടോ? സാരയില്ല, സങ്കടപ്പെട്ടോ. നിന്റെ ആങ്ങളെ പൊളിക്കണ്ടേ? അതിനൊരു പ്ലാൻ ഉണ്ട്. എന്തുവാ? നമുക്ക് നാളെ അവധിയാണെന്നറിയാവൂ. നാളെ കഴിഞ്ഞ് ശനി, അത് കഴിഞ്ഞ് ഞായർ. സോ 3 ഡേയ്സ് നമുക്ക് കിട്ടും. ആ 3 ദിവസം ഞാൻ ലൂയിയുടെ വീട്ടിൽ പോയി നിൽക്കും. പഠിക്കാനാണെന്ന് പറഞ്ഞു. അവൻ്റെ പുറകെ നടന്നാൽ പിന്നെ ആരാന്ന് കണ്ടുപിടിക്കും. എന്നാണെങ്കിലും അവളെ പറ്റി എന്തെങ്കിലും കിട്ടും. അറ്റ്ലീസ്റ്റ് അവൾ നമ്മുടെ സ്കൂളിൽ തന്നെയാണോ എന്നതെങ്കിലും കിട്ടും. ജിൻസാണോ പറഞ്ഞു തന്നേ? യെസ്. മംഗളോ തേജസ്സോ ഭവ. ദൈവം നിന്റെ കൂടെ കാണുന്നേ. ആ പെണ്ണിനെ കണ്ടിട്ട് ചത്താ മതിയായിരുന്നു. ആ പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറില്ലേ, പുള്ളിക്കാരത്തി പോവാ. പിന്നെയും പ്രഗ്നന്റ് ആയോ? ഇതെന്ത് മെഷീനോ? ഒരു നാസിൽ തന്നെ ഉണ്ടല്ലോ വീട്ടിൽ. ഇനിയും ഇതിനെയൊക്കെ എങ്ങനെ നോക്കുന്നു? ഒരു മൂത്തതിനെ കൊണ്ട് തന്നെ ഞാൻ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴും 5-6 എണ്ണത്തിന്. ടൈം മാനേജ്മെന്റ് അത് നമ്മൾ മാമിൽ നിന്ന് പഠിക്കണം. ഈ ക്ലാസ്സും പഠിത്തവും. അല്ല, അതിന് വരെ ആര് വരും? ജാക്സൺ പറഞ്ഞ കേട്ടാ? ഏതോ സാറാന്നാ കേട്ടെ. എങ്ങാണ്? സത്യം? മാരീഡ് ആണോ? അല്ലെന്നാ കേട്ടെ. കൊള്ളാം. ഈശ്വര, ആയിരിക്കണേ. ഒരു 2-3 ദിവസത്തിനുള്ളിൽ പുള്ളി വരുമായിരിക്കും. 3 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആ തള്ള വരും. കെട്ടിയവനെയും പിള്ളേരെയും നോക്കി വീട്ടിലെങ്ങനെ ഇരിക്കാനുള്ളതിന് ബാക്കിയുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കാം. ഇപ്പൊ സിറ്റുവേഷൻ എങ്ങനെയാ? സബ്ജക്റ്റ് ഇപ്പോൾ തെങ്ങിലാണ്. ഓവർ തേങ്ങ. ഈ ചെറുക്കൻ ഇത് രാവിലെ മുതൽ തെങ്ങി കയറിയിരിക്കാൻ തുടങ്ങിയത്. എന്തെടുക്കുവോ ഇത്? സബ്ജക്റ്റ് വീടിന്റെ മുന്നിൽ തൂങ്ങിക്കിടപ്പുണ്ട്. ഓവർ. ഈ വവ്വാലുണ്ടായതിനെ എപ്പോൾ നോക്കിയാലും വല്ല മരത്തിലെ തൂങ്ങിക്കിടപ്പുണ്ടാവും. ഇവന് വയ്യേ. ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. തരമേ ലൂയിക്ക് എന്തുവാ? ആ ചെക്കന് പ്രാന്ത. ചോദിച്ചാ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. പേരമരത്തിൽ തൂങ്ങിക്കിടക്കുന്നതോ? അവന്റെ തലയ്ക്ക് ഓളവാ. അവിടുന്ന് വീണ് കൈയും കാലും ഒടിയുമ്പോ ആ പൊട്ടം പഠിക്കും. നീ വാ. കുഞ്ഞെ, മോൻ എന്താ? എന്തുവാടി? അല്ല, അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നു. എന്താടാ നിനക്ക്? പഠിച്ച് വട്ടായതാണോ? അത് കുഴപ്പമൊന്നും വരാതിരിക്കാനാ. ഫിസിക്കലി നമ്മൾ എപ്പോഴും ഫിറ്റ് ആവണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇറ്റ്സ് എ മേജർ തിങ്ങനോ. രാവിലെ 5-ന് എണീറ്റ് ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓടും. നീ 2 ദിവസം ഇവിടെ ഇല്ലേ? നീ എൻ്റെ കൂടെ പാ, നമുക്ക് ഒരുമിച്ചോടാം. ഈ ഉണങ്ങിയ കൈയൊക്കെ നമുക്ക് പുഷ്പിക്കാം. മോന്തിക്കിട്ട് ഒരിടം തന്നുണ്ടല്ലോ. ആ രാവിലെ എൻ്റെ പരിസരത്തെങ്ങാനും കണ്ടാൽ ചവിട്ടി കൂട്ടി ആ മൂലയിലിടും. മനസ്സിലായോ? ഓക്കെ, ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാത്ത വാഴ. ഇനി അല്പനേരം വിശ്രമം. അത് കഴിഞ്ഞ് 5 ഏത്തയ്ക്ക, 2 മുട്ടയുടെ വെള്ള, പാല്,
നോക്കണ്ട, തരില്ല. കൂട്ടാൻ നിനക്കൊന്നുമില്ല. നീ പൊക്കോ, പോയി കഴിച്ചോ. ഇങ്ങനെയായിരുന്നു എൻ്റെ ചെക്കന് പഠിച്ചു വട്ടായത്. ഓ ഇനി അവളെ ഇംപ്രസാക്കാൻ മസില്. ലൂയി മോനെ എടാ കൊച്ചു ഗള്ള. എന്തുവാടി? ഓ തുത്തിരി ബാബ കൊച്ചു ഗള്ള. ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. എൻ്റെ കൊച്ചു വലുതായി പോടുന്നു, എനിക്ക് താണ്ടും പറ്റത്തെ. നാണു ഇവക്കോ ലോഡ് അമ്മേ, എവിക്ക് എന്തോ പറ്റി. വണ്ടിയുടെ ആശുപത്രി കൊണ്ടുപോവാ. ഇതുവരെ അപ്പൊ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലേ? ആ വഴി കൂടെ പെമ്പുടാരും പോയിട്ടില്ല. ഇതിലേ കൂടെ ഒരു പട്ടിക്കുഞ്ഞു പോകുന്ന പോലെ ഞാൻ കണ്ടില്ല. അവനോട്ട് വീടിന്റെ പുറത്തോട്ടും പോകുന്നില്ല. ഉച്ച കഴിഞ്ഞാലും പോവോ? വാ നീ നൈസാന്ന് ചോദിച്ചേ. ലൂയി മോനെ. ഈശ്വര, കൊല്ലാൻ വിളിക്കുന്ന പോലെ ഉണ്ട്. എന്തോ എന്നാ മോളെ? എടാ നീ ഉച്ച കഴിഞ്ഞാൽ എല്ലായിടത്തും പോകുന്നുണ്ടോ? എന്തിനാ പറ. ആ ചെലപ്പോ. എവിടെ? കടേ. എന്തിന്? അമ്മ പാല് വാങ്ങാൻ പറഞ്ഞായിരുന്നു. പാല് ഇവിടെ ഇല്ലേ? തീർന്നു. ഓ ഇവിടെ ഇത് ഓവറാക്കും. അയ്യോ ഈ കൊച്ചിന് തന്നെ. ആ കേട്ടു. അവൻ പോവാണേ നീ എന്നെ വിളി. അവന്റെ പറയാൻ നമുക്ക് ഫോളോ ചെയ്യാം. സെറ്റ്. പിന്നെ അവന്റെ പുറകെ നിന്ന് മാറില്ല. അവൻ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം പോകണം. എടാ അവൻ രാവിലെ ഓടാൻ പോകും. ഓ ഗുഡ്. അവന്റെ പുറകെ നീ പോ. പ്രത്യേകിച്ച് രാവിലെ ഭയങ്കര സ്വസ്ഥ. ആരും ഇല്ലാത്തോണ്ട് എന്നാ വേണമെങ്കിലും. എടാ അപ്പൊ രാവിലെ 5 ഓടുന്നത്. ടൈം ഡസൻറ്റ് മാറ്റർ. നമ്മുടെ ഗോളിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, എന്നാലേ വിജയം ലഭിക്കത്തുള്ളൂ. അതുമല്ല രാവിലെ ഓടാൻ എന്ന വ്യാജേന അവൻ അവളെ കാണാൻ പോകുന്നതാണേട്ടോ. നോക്കുമ്പോൾ എല്ലാം നമ്മൾ നോക്കണമല്ലോ. 5 എണീക്കാനോ? യെസ് എവി, യു ക്യാൻ ഡു ഇറ്റ്. ആ യു ക്യാൻ അല്ല വി ക്യാൻ. നീയും വരും എൻ്റെ കൂടെ. അയ്യോ ഞാനില്ല, രാവിലെ എനിക്ക് വേറെ പരിപാടിയുണ്ട്. സമയം രാവിലെ 5 മണി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഈ കൊച്ചു എളുപ്പം കാലത്ത് ഈ ചെറുക്കനെ കിടന്നുറങ്ങാനുള്ളതിന്. എന്നെ ഇങ്ങോട്ട് വലിച്ചടിച്ച് കൊണ്ടുവന്നിട്ട് അവള് കിടന്നുറങ്ങും. എടി എടി എണീക്കെടി. എടി എണീക്കരുത്, ഞാൻ പോണ്. ലൂയി മോനെ. ഓ വിളിച്ചെണീപ്പിക്കണ്ടായിരുന്നു, മിണ്ടാണ്ട് എടി. ഓ എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം തെറ്റാ. ഇതിന് ബോധമില്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി. ലൂയി പട്ടി. ആ വായടാ, കൊച്ചുറങ്ങിക്കോ. ചുമ്മാ ഞാൻ വിളിച്ച ആണ്ടാവും പോണേ. ഓ ഇതിനെ ഞാനിനി എവിടെ കൊണ്ടുപോകും? ആ പോസ്റ്റച്ചാരി അങ്ങനെ വെക്കാം. അനങ്ങല്ലേ ചേച്ചി, ചേട്ടനിപ്പോൾ പോയിട്ട് വരാം. തെണ്ടിക്ക് പയ്യെ ഓടിക്കോടി. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ചെക്കൻ ശരിക്കും ഓടാൻ വന്നാന്ന് തോന്നുന്നത്. എവി, അയ്യോ ഞാൻ ഇവിടുത്തെ ആര് വെച്ചതാണല്ലോ. ഓ താഴെ പോയോ? ഈ ഓടയിലൊന്നും വീഴാൻ ഞാൻ ഭാഗ്യം. വാ, ഇതിനെ ഞാൻ എങ്ങനെ വീട്ടിൽ കൊണ്ടാക്കും? ഇല്ല. എടാ ലോയി, നീ നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നേ. ഫ്രണ്ടിലോ? എന്നാടാ? ഇതിനെ പിടിച്ചിട്ട് അവിടെ ഞാനും കൊണ്ട് കിടത്തും. അല്ല ഇതെന്നതാ? എവിയല്ലേ? അപ്പൊ അകത്ത് കിടന്നുറങ്ങുന്ന സാധനം ഏതാ? എല്ലാം ഒന്നാടാ, കൊണ്ടുപോയി. ഞാൻ പോവാണേ. അല്ല ഇതിനെ എവിടെ നെട്ടി? അല്ല നീ എവിടുന്ന് വന്ന്? ഇത് അവൾ ഉറങ്ങി നടന്നതാ. യു നോ എ കണ്ടീഷൻ കോൾഡ് സ്ലീപ്പ് വാക്ക്. അതാ ഞാൻ പോവാണേ. അതായിരിക്കും. പാട്ടി നിന്നോട് ഞാൻ പറഞ്ഞല്ലേ രാവിലെ പോവാന്ന്. നീ എന്നെ വിളിച്ചുണർത്തിയോ? ഞാൻ വിളിച്ചുണർത്താൻ പറഞ്ഞല്ലേ. വിവരമില്ല, വെളിവില്ല, ഓർമ്മയില്ല. നമ്മളെ ഈ വെളുപ്പിനെ വേണ്ട കേട്ടോ. ഒരു രാവിലെ ഉച്ച ആ ഒരു സമയത്തേക്ക് മതി. അല്ല അപ്പൊ നീ അല്ലേ പറഞ്ഞേ? ഞാൻ എല്ലാം തെറ്റിട്ടു. അവൻ എവിടെയെങ്കിലും പോകുമ്പോ പോവുന്നാ പറഞ്ഞേ. ഗുഡ്, കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ മിഷൻ. ഈ ജീൻസിന്റെ കുട്ടികൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കമോൺ, നമുക്ക് ആ പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് ലൂയിനെ റോഡിന്റെ നടുക്ക് തൂക്കിയിട്ടാലോ? കണ്ടില്ലാത്ത പോലെ നിൽക്കാപ്പൊ പോവായിരിക്കും. എടാ പറ, നല്ല ഐഡിയ അല്ലേ? ഓക്കെ ഓക്കെ. പൈസ അവനെങ്ങാനും കേട്ടാലോ? ഈ ചെറുക്കനത്ത് എങ്ങോട്ടാ? ഐസ്ക്രീം തരില്ല, വിടറ പട്ടിയാണ്. എന്ത് ഐസ്ക്രീമാ? നമ്മൾ വിഷയത്തിന് തെന്നി വന്നു. നമ്മൾ ലോയി കണ്ടുപിടിക്കാൻ വന്നേ.
ഞാൻ എൻ്റെ കാര്യത്തിന് പോലും ഇത്രയും പരിശ്രമിച്ചിട്ടില്ല. എടാ പട്ടിലോയി നിന്നെ ഞാൻ പൊളിച്ചടക്കൂടാ. നിന്റെ ചുറ്റിക്കാരിയെല്ലാം ഞാൻ കണ്ടുപിടിച്ചൂടാ. എന്നിട്ട് നിന്നെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യും. നോക്കിക്കോ. ഒരു പോപ്പിൻസ് വാങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചെറുക്കനെ ഫോളോ ചെയ്ത് ഇവിടം വരെ വന്നേക്കുന്നു. അതെ, ഇന്ന് രാത്രി നീ അവൻ്റെ ഫോൺ നോക്കണം. ഇന്നോ? അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാതെ വരില്ല. വാട്സപ്പ്, ഇൻസ്റ്റ, സ്നാപ്ചാറ്റ് എല്ലാം നോക്കണം. നമ്മുടെ മുന്നിൽ ഈ വഴിയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. പിന്നെ സൂക്ഷിച്ചും കണ്ടും എല്ലാം ചെയ്യണം. ബി കെയർഫുൾ, ഓക്കെ? യെസ്, ഐ എം ത്രിൽഡ്. അങ്ങോട്ടെടുത്ത് കഴിയും മെലിഞ്ഞ് കമ്പായി. ഈ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഉണ്ട്, രണ്ടുപേരും കഴിച്ചോ? ഹായ് ഐസ്ക്രീം. എന്നാടി? ഒന്നുമില്ല. അമ്മ വെള്ളം എന്തി? അവിടെ നിന്നാണ്. മോനെ എല്ലാം ഓക്കെ അല്ലേ? അമ്മേ എന്തുവാടി? ഹായ്, എന്ത് കാറ്റ്? അമ്മേ എന്നതാ ഇത്? ഉറങ്ങുന്നില്ല മോനെ? ഉറങ്ങാൻ പോണ്. എന്നിട്ടേ നിനക്ക്? ഒന്നുമില്ല. എൻ്റെ ചങ്ക്. എല്ലാരും ഉറങ്ങിയാ? യെസ്, 12 പേരമ 10 ഫ്ലാറ്റാവും. പിന്നെ വല്യച്ഛൻ പുള്ളി പണ്ടേ ഫ്ലാറ്റാ. ഗുഡ്. നീ വെക്കണ്ട കേട്ടോ. അവൻ ഉറങ്ങിയാ? ആ ഉറങ്ങി. പയ്യെ അവൻ്റെ റൂമിൽ പോ. ഒച്ച ഉണ്ടാക്കല്ലേ. ഫോണിൻ്റെ സ്ക്രീനിൻ്റെ വെട്ടത്തിൽ നോക്കിപ്പോ. ഫ്ലാഷ് ലൈറ്റ് ഒന്നും അടിച്ചേക്കില്ല. ആ എനിക്കറിയാം. അല്ല അവൻ്റെ മൊബൈൽ ഓക്കില്ലേ? അയ്യോ, ഞാൻ ആ കാര്യം പറഞ്ഞിട്ട് മേജറായ കാര്യം ഞാൻ മറന്നു. സാരമില്ല. അവൻ്റെ മുറിയിലും പോയി നോക്കി ഇറങ്ങിയല്ലേ. അതെ, നീ വല്ല മാസ്കോ എല്ലാം വെച്ചോ. എങ്ങാനും പിടിച്ചാൽ കള്ളമൊക്കെ പറഞ്ഞ് നമുക്ക് നൈസായിട്ട് വരാം കേട്ടോ. ആ ഓക്കെ. മെല്ലെ മെല്ലെ പയ്യെ ഒച്ച ഉണ്ടാക്കാതെ മന്ദം. ഒന്ന് മിണ്ടാരിയടാ. എൻ്റെ പൊന്നേ പയ്യെ. ഇവളെന്നെ ജയിലിൽ കയറ്റും. മിണ്ടാതിരുന്നോളൂ, എനിക്കറിയാം. എന്തെങ്കിലും വേണം ഞാൻ ചോദിച്ചോളാം. അതൊക്കെ പിന്നെ. ഇപ്പം നീ ആ മൊബൈൽ ഇട്. ഹിന്ദി ആ കിട്ടി. നോക്കട്ടെ. കുറച്ച് ചീപ്പാണ്, എന്നാലും നമ്മുടെ ഇതേ വഴിയുള്ളൂ. എടാ ഇതിന് ലോക്കില്ലടാ. ഫോണിൽ ലോക്കില്ലേ? ഇങ്ങനെ ആൾക്കാരുണ്ടോ? കൊള്ളാലോ. ആ വാട്സപ്പ് നോക്ക്. ഇതെന്നാ പള്ളി കമ്മിറ്റി സമാജോ? ആ ഇവൻ പള്ളിയുടെ തന്നെ ഉണ്ട്. അതതിൻ്റെ ആയിരിക്കും. പിന്നെ ഇതിലൊന്നും ഇല്ലടാ. ഈ പള്ളി, സ്കൂള്, NSS. ഒരു പെങ്കൊച്ച്. എടാ സാന. അവളോ? അയ്യേ നോട്ട. എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഒന്നും എഴുതാറൊന്നുമില്ല. ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അപ്പം അവനോട് ചോദിച്ചായിരിക്കും. പിന്നെ ഇതാരാ? സൈക്കോസിസ്. അതാരാ? അത് നീയാ. പന്നി, നിനക്കെട്ടുള്ള ഞാൻ താരാ. ഇതാരാ? അളിയൻ. ഈ അളിയൻ്റെ കാര്യമേ. അയ്യോ, അത് നോക്കല്ലേ. അതല്ല പിന്നെ വേറെ എടാ ഇതിലൊന്നും ഇല്ലടാ. കുറെ പഠിക്കാനുള്ളതൊക്കെ ഉള്ളു. ചാറ്റൊന്നും അങ്ങനെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഫോൺ അവൻ നോക്കാറുണ്ടോന്ന് എൻ്റെ സംശയം. കോൾ ഹിസ്റ്ററി നോക്കി. ഐഡിയ, ജിയോ, വിയ, എയർടെൽ, അമ്മ, മിസ്, പള്ളി, ഐഡിയ. മതി. ഇവ പിന്നെ എന്നാത്തിന് ഈ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഇത് നടക്കുന്നത്? എല്ലാം നോക്കിയോ? ഇതിലൊന്നും ഒരു വാഴകയില്ല. എന്നാ വെച്ചിട്ട് ലോക്കില്ലാത്ത സ്ഥിതിക്ക് അതിനകത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല. അതറിയായിരുന്നു. പിന്നെ എന്നത്തിന് എന്നെ ഇവിടെ നോക്കിച്ചേ? അവിടം വരെ വന്നതല്ലേ, ജസ്റ്റ് നോക്കുന്നതിന്. പിന്നെ അവന് വേറെ ഫോൺ വല്ലതും ഉണ്ടോ? ഏയ് ഇല്ലായിരിക്കും. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്ക് വയ്യ. ആ തെണ്ടി വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാ. ഒളിച്ചിരി ഇരിക്കുക.
ആരാ? നിന്റെ കൊച്ചച്ഛൻ. മിണ്ടല്ലേ. സത്യം പറഞ്ഞോ? ആരാ? ആരാന്ന് പറഞ്ഞോ? തോന്നിയായിരിക്കുമല്ലേ? ആയിരിക്കും. പോട്ടൻ ചത്തോ? വെച്ചാ ദൈവമേ, അളിയനെ കൊന്ന്. അത് ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ ഇരുട്ടത്ത്. ഞാനും അവനും കണ്ട് ഞങ്ങൾ രണ്ടുപേരും പേടിച്ച്. ഇവൻ ബോധം കിട്ടും, ഞാൻ ബോധം കിട്ടില്ല. ദൈവമേ, കിടക്കണ കിടപ്പ് കണ്ട് വാഴ വെട്ടിയ പോലെ. ഇച്ചായ വന്നേ. നീ ഒന്ന് പോയെ. അമ്മയും മോനും കിടത്തി ഉറക്കത്തുമില്ല. ലോയിമോനെ മാറിക്കോ വിശേഷേ, എന്റെ മുന്നിൽ മാറിക്കോ. എന്റെ കോച്ചിനെ വിളിച്ചോണ്ട് പൊക്കോ. ലൂയി അങ്ങനെ പറയല്ലേ. ആദ്യം ചെക്കൻ ചത്തില്ല, അപ്പൊ ഒന്നും നടന്നില്ലേ? നോ, പോട്ടനും പൊട്ടിയും. അതെ, ബുദ്ധിയുള്ളവരുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് പോണം എന്ത് ചെയ്താലും. അതെ, അല്ലെങ്കിൽ ഇങ്ങനെ മൂഞ്ചി തെറ്റി ഇരിക്കും. എടിയവി, നീ ശരിക്കും ഉള്ളതാണോ കേട്ടെ? ആ ചെക്കനെ കണ്ടോ? ആ തൊരപ്പ് സ്വഭാവം മാറിയെന്നേ ഉള്ളൂ. നിന്റെ എല്ലാ സൈക്കോതരവും ഉണ്ട്. നിന്റെ കൂടെ 2 ദിവസം കൂടി അത് കൂടിയാലേ ഉള്ളൂ. അങ്ങനത്തെ ഇവനെ അങ്ങനെ പറയല്ലേ. എവിയുടെ സൈക്കോത്തര ലൂയിക്ക് കിട്ടിയേക്കുന്നത്. എന്നിട്ട് എവിക്ക് ഇവനുണ്ടല്ലോ. അത് ശരിയാണല്ലോ. പക്ഷെ മൊബൈലും ഒന്നും ഇല്ലാത്തതോ? അവനപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ തന്നെ. അതാ നെറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവളോട് മിണ്ടാൻ അവന് പേടിയായിരിക്കും, അതുകൊണ്ട് അങ്ങനെ മിണ്ടത്തില്ലായിരിക്കും. സോ മെനി കൺക്ലൂഷൻ. ഇതിലേതായിരിക്കും ശരി? ഗോഡ് നോസ്. ഇതെന്നാ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ ഓടുന്നു? എങ്ങോട്ടാ അത്? എല്ലാരും ക്ലാസ്സിൽ കയറിയിരിക്കെ. Good morning, students.